ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആത്മജ്ഞാനത്തിന്റെ വർണ്ണവസന്തങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന നയനമനോഹരമായ തത്വോപദേശങ്ങളെ കൊണ്ട് പൂന്തോപ്പൊരുക്കിയ അൽ-ഇമാം താജുദ്ദീൻ അഹ്മദ് ബിനു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു അവിടുത്തെ വിഖ്യാതമായ തത്വശാസ്ത്ര ഗ്രന്ഥമാണ് അൽ-ഹിക്കം. പക്ഷേ ആ പൂന്തോപ്പിലേക്ക് കാലെടുത്തു വെക്കുവാൻ ആത്മജ്ഞാനികൾക്കല്ലാതെ സാധ്യമല്ല. എന്നാൽ ആ പൂന്തോപ്പിന് തലോടി കടന്നു പോകുന്ന മന്ദമാരുതനിൽ നിന്ന് കിട്ടുന്ന നറുമണം നമുക്കും ആസ്വദിക്കാം. അതിന് പാകത്തിൽ അബ്ദുല്ലാഹി സർക്കാവി റളിയല്ലാഹു അൻഹുയുടെ വിഖ്യാത വീചികൾ അൽ-ഹിക്കം എന്ന മലർവാടിയുടെ നറുമണം പുറത്തേക്കുള്ളവർക്ക് ആസ്വദിക്കാൻ പാകത്തിൽ സംവിധാനിച്ചിട്ടുണ്ട്. ആ തത്വജ്ഞാന സുരഭിലതയാണ് നമുക്ക് ആസ്വദിക്കാനുള്ളത്. ഉത്തമ കൂട്ടുകാരൻ, മനുഷ്യ, നിന്റെ യഥാർത്ഥ കൂട്ടുകാരൻ അല്ലാഹു മാത്രമാണെന്ന് നീ മനസ്സിലാക്കണം. നിനക്ക് പല കൂട്ടുകാരും ഉണ്ടാവാം, പക്ഷേ അവരെല്ലാം നിന്റെ നീചകൃത്യങ്ങളും ദുഷ്ടലാക്കുകളും അറിയുമ്പോൾ നിന്നെ വെറുത്തുകൊണ്ട് നീയുമായുള്ള സഹവാസം ഉപേക്ഷിക്കുന്നു. എന്നാൽ സർവ ദുഷ്കർമ്മങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെ നിനക്കാവശ്യമായ കാര്യങ്ങളിൽ സഹായിച്ച് സഹവസിക്കുന്നവൻ കരുണക്കടലായ റബ്ബ് മാത്രമല്ല, നിന്നിൽ നിന്ന് ഒരു വിധത്തിലുള്ള സഹായമോ പ്രത്യുപകാരമോ ലക്ഷ്യമാക്കാതെയാണ് റബ്ബ് നിന്നെ സഹായിക്കുന്നത്. അള്ളാഹുവിനെ സ്തുതിക്കുക. മനുഷ്യ, നിനക്ക് പലരും ബഹുമാനാദരവുകൾ നൽകുന്നു, നിന്നെ സ്നേഹിക്കുന്നു, അനുമോദനങ്ങൾ നൽകുന്നു. ശരിക്കു ചിന്തിച്ചാൽ നീ ഇതിനൊന്നും അർഹനല്ല. കാരണം നിന്റെ രഹസ്യ ജീവിതത്തിൽ ഒരുപാട് നീചവും നികൃഷ്ടവുമായ കൃത്യങ്ങൾ നടന്നിട്ടുണ്ട്. അവയെങ്ങാനും നിന്റെ സ്നേഹജനങ്ങൾ അറിഞ്ഞാൽ നിന്നെ ആദരിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്യുമായിരുന്നില്ല. അങ്ങനെ വരുമ്പോൾ നീ സ്തുതിക്കേണ്ടത് നിന്റെ നീച കൃത്യങ്ങൾ മറച്ചുവെച്ച് നല്ല വശങ്ങൾ മാത്രം വെളിപ്പെടുത്തിയ അല്ലാഹുവിനെയാണ്. സ്നേഹസഹായങ്ങൾ നൽകിയെന്ന നിലക്ക് ജനങ്ങൾക്ക് നന്ദി ചെയ്യേണ്ട കടമ നിന്നിലുണ്ടെങ്കിലും അല്ലാഹു ചെയ്ത ഈ വലിയ അനുഗ്രഹമോർത്ത് അവനെ സ്തുതിച്ചതിന് ശേഷമായിരിക്കണം അത്. അൽഹംദുലില്ലാഹി അദദ ഖൽഖി വറിളാ നഫ്സി വസിനത അർശി വമിദാദ കലിമാതിഹി യാ റബ്ബൽ ആലമീൻ.